ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ ആൾ എന്നത് തിരഞ്ഞെടുക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ പുതുതായി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ചില പ്രേക്ഷകർക്ക് മറുപടി കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൂടി കൊടുക്കാറുണ്ട്. അതിൻ്റെ കാര്യം എന്തെന്നാൽ, മറുപടി കൂടുതലായി പറയാനുള്ളത് കൊണ്ടാണ്. ഒരുപാട് ടൈപ്പ് ചെയ്യാനുള്ള, അത്രയും നേരം ടൈപ്പ് ചെയ്തിരിക്കുവാനുള്ള സമയം കിട്ടാത്തതിനാലാണ് ആ നമ്പർ ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നത്. അതുവഴിയാകുമ്പോൾ ഒരു വോയിസ് നോട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് ആ പ്രേക്ഷകരിൽ എത്തിക്കാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. വീഡിയോ കാണുന്നവർ മുഴുവനായിട്ട് വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വിഷയം 2024 പുതുവർഷത്തിൽ ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ വന്നു ചേരുന്ന ശുഭവും അശുഭവുമായ ഫലങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നതിനെക്കുറിച്ചാണ് വീഡിയോയിൽ വിവരിക്കുന്നത്. ഇവിടെ ചിത്തിര ജാതകർക്ക് 2024 വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വഴി പലവിധ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. കൂടാതെ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതി നഷ്ടമായ വസ്തുക്കൾ, ഒരിക്കലും ഇനി അത് തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കും എന്നുള്ളതാണ്. കൂടാതെ ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഗൃഹം മാറി താമസിക്കേണ്ട സാഹചര്യങ്ങൾ, വീട് വിട്ട് മാറി താമസിക്കേണ്ട സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. ഉദ്യോഗപരമായ മേഖലകളിൽ, സർക്കാർ ഉദ്യോഗം ആയാലും പ്രൈവറ്റ് ആയാലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ ഈ സമയത്ത് ഒരു സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ്. കൂടാതെ ആഗ്രഹിച്ച സ്ഥാനങ്ങൾ വന്നു ചേരും. ഈ ജോലിയുമായി സംബന്ധിച്ച് സ്ഥലമാറ്റം അല്ലാതെ ജോലി കയറ്റവും ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. ഈ സമയം കുറച്ച് ധനവ്യയം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് പണം ചെലവഴിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുമേഖലകളിലും പൊതുപ്രവർത്തനങ്ങളിലും പ്രവർത്തിക്കുന്നവർക്ക് പരിഗണനയും ജനസമ്മതിയും ഉണ്ടായിരിക്കും. വളരെ നല്ല രീതിയിലുള്ള പരിഗണനയും വളരെ വലിയ രീതിയിലുള്ള ജനസമ്മതിയും വന്നു ചേരുന്നതാണ്. കൂടാതെ ആരോഗ്യസ്ഥിതിയിൽ ഉയർച്ചകൾ പ്രതീക്ഷിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുമാറി ആരോഗ്യസ്ഥിതിയിൽ മെച്ചം വരാനുള്ള സാഹചര്യം ഉണ്ടാവും. വാഹനങ്ങൾ വാങ്ങുവാനോ നിലവിൽ ഉള്ള വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായോ കൂടുതലായി പണം ചെലവഴിക്കേണ്ടതായി വരുന്നതാണ് ഈ സമയം. ഇതിനിടയിൽ ചില സമയങ്ങളിൽ സഞ്ചാര ദുഃഖങ്ങൾ, അല്ലെങ്കിൽ സഞ്ചാര തടസ്സം, സഞ്ചാര ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായും അനുഭവത്തിൽ വരുന്നതാണ്. മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ അഥവാ അന്യരുമായുള്ള ഇടപെടലുകൾ വഴി മാനഹാനി അല്ലെങ്കിൽ അപവാദം ഉണ്ടാകുവാനും സാധ്യത വളരെ കൂടുതലായ സമയമാണ്. അതുകൊണ്ട് ആ വഴിയിലൊക്കെ ഇറങ്ങുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയം വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്ത് പോകാനായി ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയും പോകുന്ന കാര്യത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷ, ഇൻ്റർവ്യൂ എന്നിവയിലൊക്കെ വിജയം നേടാൻ സാധിക്കുന്നതുമായിരിക്കും. പിന്നെ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. വളരെ രീതിയിലുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഒന്നിലധികം ബന്ധങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാക്കുവാനുള്ള കാരണമായേക്കും. അതുകൊണ്ട് ബന്ധങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. ജോലി തിരക്കുകൾക്കിടയിലും അല്പം വിശ്രമത്തിന് സമയം കണ്ടെത്തേണ്ട ഒരു കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്.
വിശ്രമമില്ലാത്ത ജോലികൾ ചെയ്യാതിരിക്കുക. അതിൽ ഇടയ്ക്ക് വിശ്രമം കണ്ടെത്തുവാനും സമയം കണ്ടെത്തുക, അതിനുള്ള സമയം കൂടെ കണ്ടെത്തുക എന്നുള്ളതാണ്. കൂടാതെ പിടിവാശി എന്ന സ്വഭാവത്തിൽ കുറച്ച് നിയന്ത്രണം വഹിക്കുന്നതാകും ഉത്തമം. അതുകൂടാതെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കോപ സ്വഭാവത്തിനും നിയന്ത്രണം ഉണ്ടായിരിക്കണം. ആവശ്യമായ ഒരു കാര്യമാണ്. സമാധാനപരമായി പെരുമാറുന്നതായിരിക്കും ഉചിതം. സമാധാനപരമായി കാര്യങ്ങളെ നേരിടുക എന്നുള്ളതാണ് ഉചിതം. ഭൗതികമായ ജീവിതം വളരെ ആനന്ദിച്ചാണ് ജാതകർ, ഈ പറയുന്ന ചിത്തിര നക്ഷത്ര ജാതകർ മുന്നോട്ട് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പിടിവാശികൾ മൂലം പലതരം എതിർപ്പുകളും ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നതായിരിക്കും. അതുകൊണ്ട് ആ സ്വഭാവത്തിൽ കുറച്ചൊന്ന് മാറ്റം വരുത്തി നിയന്ത്രണ വിധേയമാക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ്. എന്നിരുന്നാലും ഈ വരുന്ന പ്രതിബന്ധങ്ങളൊക്കെ ജാതകൻ്റെ പിന്നീടുള്ള വളർച്ചയെ സഹായിക്കും എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. പിതാവിൽ നിന്നായിരിക്കും കൂടുതലായി സംരക്ഷണവും സഹായവും സഹകരണ സ്നേഹവും ഒക്കെ കിട്ടുന്നത് എന്നുള്ള ഒരു കാര്യവും കൂടി ഇതിനകത്ത് ഞാൻ വ്യക്തമാക്കുന്നു. അപ്പോൾ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നു എങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.